ഇടുക്കിയിലേക്ക് പോകാം. അവിടെ മൂന്നാറിൽ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രി കുറ്റിയാർ വാലിയിലെത്തിയ പടയപ്പ കൃഷികൾ നശിപ്പിച്ചു. വനപാലകരെത്തി കാട്ടാനയെ തുരത്തിയെങ്കിലും തൊഴിലാളികൾ താമസിക്കുന്ന കൊരണ്ടിക്കാട് മേഖലയിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നു. ബിനീഷ് ആന്റണിയാണ് ചേരുന്നത്. ബിനീഷ്, വീണ്ടും പടയപ്പ വന്നിരിക്കുന്നു. എവിടെയാണ് പടയപ്പ ഉള്ളത്? അതിനെ തുരത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നു? ഫിജി ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ കുറ്റിയാർവാലി, മാട്ടുപ്പെട്ടിക്ക് സമീപമുള്ള കുറ്റിയാർവാലി എസ്റ്റേറ്റ് ആണ്. അവിടെ നിരവധി ആളുകൾ, അത് ജനവാസ മേഖല കൂടിയാണ്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ പടയപ്പ ഈ മേഖലയിലെത്തിയത്. ഇവിടെയുള്ള കൃഷിവിളകളെല്ലാം തന്നെ നശിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇവിടെയുള്ള ആളുകൾ ബഹളം വെച്ചതോടെ പടയപ്പ അല്പനേരം ഇവിടെ നിലനിർത്തിയ ശേഷമാണ് പിന്നീടാണ് പിൻവാങ്ങിയത്. ഏതായാലും ഇപ്പോൾ ഈ പടയപ്പ ഉള്ളത് മാട്ടുപ്പെട്ടി കൊരണ്ടക്കാട് എസ്റ്റേറ്റിലാണ്. സമീപ ദിവസങ്ങളായി തന്നെ ഈ പടയപ്പ ഈ മേഖലയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പലപ്പോഴും ചോലവനത്തിലും അതോടൊപ്പം തന്നെ തേയില തോട്ടത്തിലുമായിരുന്നു ഈ പടയപ്പ നിലയുറപ്പിച്ചിരുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. കാരണം RRP സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ RRP സംഘം ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പും വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഈ മെസ്സേജുകളെല്ലാം തന്നെ ആളുകൾക്ക് കൈമാറുന്നുണ്ടായിരുന്നു. ആളുകൾക്ക് കിട്ടുന്ന മെസ്സേജുകളും കൃത്യമായി ഈ ഗ്രൂപ്പ് വഴി കൈമാറുന്നതിനാൽ കൃത്യമായി തന്നെ RRP സംഘം ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങാത്തൊരു സാഹചര്യം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ രാത്രിയായിട്ട് ഈ പടയപ്പ ഈ കുറ്റിയാർവാലിയിൽ ഇറങ്ങി വ്യാപകമായി കൃഷിവിളകൾ നശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പടയപ്പനെ ഇപ്പോൾ ഈ RRP സംഘം നിരീക്ഷിക്കുന്നത് കൊരണ്ടിക്കാട് മേഖലയിലാണ് ഇപ്പോൾ ഈ പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ വനമേഖലയിൽ ഭക്ഷണ ഈ കടുത്ത വേനലിൽ ഭക്ഷണം അതോടൊപ്പം തന്നെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പടയപ്പ ഈ ജനവാസ മേഖല വിട്ട് ഉൾവനത്തിലേക്ക് പോകാൻ കൂട്ടാക്കാത്തത്. ഏതായാലും വേറെ നാശനഷ്ടങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മുൻപുള്ള പോലെ തന്നെ ഒരു നാശനഷ്ടങ്ങൾ, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഏതായാലും ശാന്തനായി തന്നെ സമീപത്തെ കൊരണ്ടിക്കാട്. ബിനീഷ, മറ്റൊരു കാര്യം, ഈ നാളെ വോട്ടെടുപ്പ് ദിനമാണ്. ഇതുപോലെ പടയപ്പയെ പോലുള്ള വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങിയാൽ, നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ പല ഉൾനാടൻ പ്രദേശങ്ങളിലും പോളിംഗ് ബൂത്തുകൾ ഉണ്ടാവാം, വനാതിർത്തിയോട് ചേർന്നുള്ള ബൂത്തുകളും ഒക്കെ ഉണ്ടാകാം. അതുപോലെ ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്യാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഒരു ഭീതി ഉണ്ടാവോ വോട്ടർമാർക്ക്, ജനങ്ങൾക്ക്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഭീതി ഇടമലക്കുടി പോലുള്ള പ്രദേശത്തിൽ തന്നെ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം കാട്ടുപോത്തും ഈ കാട്ടാനയടക്കമുള്ള ഈ മൃഗങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കാരണം കടുത്ത വേനലിൽ ഈ കാട്ടുമൃഗങ്ങൾ കാട്ടിൽ നിൽക്കാതെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഭക്ഷണം തേടിയെത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം തന്നെ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണ്. അത്തരത്തിലുള്ള ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ വനവകുപ്പ് കൃത്യമായി വേണ്ട ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ഒരു ആരോപണവും പല രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് വെച്ചൊരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ നാളെ ഈ ഇലക്ഷൻ നടക്കാനിരിക്കെ അത്തരത്തിലൊരു ഈ ഒരു പ്രശ്നം വെല്ലുവിളിയായി നിൽക്കുമ്പോൾ തന്നെ വനവകുപ്പ് കൃത്യമായി തന്നെ ഈ RRP സംഘത്തിന് ഉപയോഗിച്ചുള്ള ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ ഇടപെടലും നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിന്നക്കനാൽ മേഖല, മൂന്നാർ മേഖല, അതോടൊപ്പം തന്നെ പല ഇടുക്കി ജില്ലയിലെ പല മേഖലകളിലും ഈ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ നാളെ കർശന ഒരു നിരീക്ഷണം തന്നെ ഉണ്ടാവും. കാരണം ഈ അത്തരത്തിൽ ആർക്കെങ്കിലും ഈ വോട്ട് ഇടാൻ വരുന്ന ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും ഒരു വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ട് അത് വലിയൊരു പ്രതിഷേധത്തിന് തന്നെ വഴിതെളിച്ചേക്കാം. അത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ തന്നെ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പടയപ്പെ ഈ വനമേഖലകൾ തുരത്താനുള്ള എല്ലാ നടപടിയും വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ. ശരി, ബിനീഷ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നു.